ഇങ്ങനൊരു എസ്കലേഷൻ മോഡ് എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും കൃത്യമായി പ്രീഎംപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലേക്ക് എസ്കലേഷൻ വരികയും ദീർഘമായ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇറാൻ നീങ്ങുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷയോടെ ആവില്ല യുദ്ധം തുടങ്ങിയത്. ഇപ്പം മുഖം രക്ഷിക്കാനായി ട്രംപ് പറയുന്നു, ആദ്യം 4 ദിവസമെന്ന് പറഞ്ഞത് 4 ആഴ്ചയായി തിരുത്തി പറയുന്നു. കുറച്ചുകൂടെ ദിവസം പറയുമായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും കോൺഫ്ലിക്റ്റ് നീളുമെന്നതിൻ്റെ ഏർലി സൂചന ഇപ്പോൾ ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് ശബ്ദിക്കേണ്ടി വരും. ആദ്യം ശബ്ദിക്കുന്നത് ഒരുപക്ഷെ അറബി ഇസ്ലാമിക രാജ്യങ്ങൾ, GCCയിലെ രാജ്യങ്ങൾ തന്നെയാകും ഹാഷ്മി. കാരണം ഇറാൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ടു മേക്ക് ദി അറബ് വേൾഡ് ടേക്ക് എ പൊസിഷൻ. അതായത് ഇറാൻ അനുകൂല പൊസിഷൻ എന്നല്ല, യുദ്ധത്തിനെതിരായ ഒരു പൊസിഷൻ അമേരിക്കയെ കൊണ്ട് ഇസ്രയേലിനെ കൊണ്ട് എടുപ്പിക്കാൻ ഇന്നത്തെ നിലയിൽ കഴിയുന്നത് അറബ് രാജ്യങ്ങൾക്കാണ്. ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ അമേരിക്ക യുദ്ധം ചെയ്യുന്നത്, അവർക്ക് ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം, ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയാനുള്ള ഒരു ആർജവം കാട്ടും എന്ന പ്രതീക്ഷയിലാണ് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക്, ഇത് ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും പോവുകയാണ്. ഇപ്പോൾ കിട്ടുന്ന സൂചന ആ രീതിയിൽ തന്നെയാണ്. നോക്കൂ, രണ്ടാം നിര നേതൃത്വം ഫേംലി എൻട്രൻച്ച്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇൻ ദ നെയിം ഓഫ് മൊജ്തബ ഖൊമനൈ ആണ്. ഇൻ ദ നെയിം ഓഫ് ഖൊമനൈ എന്ന് പറഞ്ഞാൽ ഇറാൻ ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ സുഗമമായി ഒരു അധികാര കൈമാറ്റം നടത്തി കഴിഞ്ഞു. അമേരിക്ക പറഞ്ഞത് എന്താണ്? നിങ്ങളെ ആരാണ് ഭരിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും, അല്ല എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് സ്വീകാര്യനായ ആളെ നിങ്ങൾ സെലക്ട് ചെയ്യൂ. ആ സെലക്ഷൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എങ്കിൽ സർവനാശമാണ് ഫലം. അതുകൊണ്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന അമേരിക്കയ്ക്ക് സ്വീകാര്യനാകും എന്ന് അമേരിക്ക കരുതിയ നേതാവുമായിട്ട് സംസാരിച്ച് ഒരു ഡീലിൽ എത്തിച്ചേരാം. ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ഡീൽ. 1 ടാരിഫ് എന്ന വാക്കാണ്, 2 ഡീൽ എന്ന വാക്കാണ്. ഈ 2 വാക്കുകളും മാറി മാറി പ്രയോഗിച്ച് ലോകത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചു നിർത്തി. ഇനിയിപ്പോൾ ഇതൊരു തരം രാവണൻ കോട്ടയിലേക്ക് പ്രവേശിച്ച ഒരു കണക്കാണ് ശ്രീ ഹാഷ്മി. അതായത് ഒരു രാവണൻ കോട്ട എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരു വഴിയെ പ്രവേശിക്കാനാവും. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റി അതിനകത്ത് പോവുകയാണ്. തിരിച്ചിറങ്ങാനുള്ള വഴി കാണാതെ കഷ്ടപ്പെടുകയാണ്. ആ ഒരു രീതിയിൽ എത്തിച്ചേർന്നാൽ ഇനി സംസാരിക്കേണ്ടത് ആരാണ്? അറബ് രാജ്യങ്ങൾ അമേരിക്കയെ തൽക്കാലം ഭയപ്പാടോടുകൂടി ആശങ്കയോടെ ഒരു വലിയ തങ്ങളുടെ ഒരു മാസ്റ്റർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംരക്ഷക ശക്തിയോടെ വിധേയത്വത്തോടെ തൽക്കാലത്തേക്ക് ഏതാനും ആഴ്ചകൾ അങ്ങനെ പോകും. പക്ഷേ റഷ്യ ഹാസ് സ്പോക്കൺ വിത്ത് ക്ലാരിറ്റി, ചൈന ഹാസ് സ്പോക്കൺ വിത്ത് ക്ലാരിറ്റി, ഗ്രേറ്റർ ക്ലാരിറ്റി ദാൻ യെസ്റ്റർഡേ.